നമുക്കിന്ന് നല്ലൊരു അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കണ്ണൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ളൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം അതിന് സൈഡിലുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ബീഫ് റോസ്റ്റ് നമ്മൾ ഇതുപോലത്തെ ഒരു മൺചട്ടിയിലാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചട്ടി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് നടുവേ കീറിയ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മുതൽ 6 പച്ചമുളകാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പച്ചമുളകിൻ്റെ എരിവൊക്കെ അനുസരിച്ച് ഇതിലേക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചട്ടിയിലും കൂടി ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കുക, അല്ലെങ്കിൽ പെട്ടെന്നത് അടിക്ക് പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്കൊരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ടൊന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുത്ത സബോള, ഏകദേശം 2 മീഡിയം സൈസിലുള്ള സബോളയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബോളയും ഇഞ്ചി ഗാർലിക് പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സബോള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സബോള ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിക്കയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ഇതുപോലെ ചെറുതായിട്ട് അല്ലെങ്കിൽ നീളത്തിലോ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇനി തക്കാളിക്ക നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ തക്കാളിക്ക ഇവിടെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പം ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ടൊന്ന് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചട്ടിയുടെ അടിക്ക് പെട്ടെന്ന് പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നിടം വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് അതിൻ്റെ ഗ്രേവിയെല്ലാം നല്ല തിക്കായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. പക്ഷെ നോർമലി നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കുന്നത് നോക്കുമ്പം ഇത് കുറച്ചധികം സമയമെടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. പക്ഷേ നമ്മൾ ചട്ടിയിൽ ഇതുപോലെ സ്ലോ കുക്ക് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ബീഫ് റോസ്റ്റിന് നമ്മൾ കുക്കറിൽ പ്രിപ്പയർ ചെയ്യുന്നതിലും കുറച്ചുകൂടി ഒരു ടേസ്റ്റിയർ ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം മറ്റൊരു പാൻ എടുത്ത് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ ഞാൻ ഇതിലോട്ട് ഏലക്ക ചതച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം കറുവാപ്പട്ട, ബേ ലീഫ്, ഇത് 3 ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്പൈസസ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന്
ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മിക്സ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫിലേക്ക് ചേർത്ത് കൊടുത്ത് അതെല്ലാം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബീഫിലേക്ക് നമ്മൾ ആ ഒരു മിക്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രേവി എല്ലാം കറക്റ്റ് ആ ഒരു തിക്നെസ്സിൽ എത്തുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്കിതിപ്പം സെമി ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊരു കറക്റ്റ് ആ ഒരു സെമി ഗ്രേവി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ചുകൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ്. നല്ല അടിപൊളി ചട്ടിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്ത ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി അടുത്ത പ്രാവശ്യം ബീഫ് വാങ്ങിക്കുമ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും എല്ലാം താഴെയുള്ള കമൻസിൽ എഴുതി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രം മീനൂസ് മെനു.